ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ടാണ് കുവൈത്തിലേക്ക് വരുന്നത്. ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് കുറച്ച് എൻജോയ്മെന്റ് നൽകാമെന്നതിന്റെ പേരിൽ ഒരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലായി നിങ്ങൾ ഓരോരുത്തരും തന്ന ലൈക്കും ഷെയറും കമന്റ്സുമാണ് ഇന്ന് ഈ റെഡ് കാർപ്പറ്റ് വേദിയിലൂടെ നിൽക്കാൻ കഴിഞ്ഞത്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും സർവശക്തന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാട്ടിപ്പള്ളി പപ്പൻ, കമ്മട്ടിപ്പാലം ബാലൻ, ഇപ്പോൾ ലാസ്റ്റ് വന്ന പൾസർ സുനി എന്നൊക്കെ കേൾക്കുന്ന പോലെ നിസാം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടേഷൻ ടീമൊന്നുമല്ല. കാട്ടുപോത്തിന്റെ ശരീരവും മാടപ്രാവിന്റെ ഹൃദയമുള്ളൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ. സുമുഖനാണോ? സന്തോഷം. പ്രമുഖനാവാഞ്ഞത് നന്നായി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ. സുബൈർക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ അസോസിയേഷന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇത്രയും പീസ് ഓർക്കസ്ട്ര ഇവിടെ ഇരിക്കുമ്പോൾ ട്രാക്ക് പ്ലേ ചെയ്യുന്നത് സത്യത്തിൽ ശരിയല്ല. പക്ഷെ ഇവര് പ്രാക്ടീസിന് വിളിക്കുന്ന സമയത്ത് എനിക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. വിത്ത് യുവർ ഓൾ പെർമിഷൻ കുറച്ച് പാട്ടുകാരുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോ ഒരു കലാകാരന് കിട്ടുന്ന ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിറഞ്ഞ കരഘോഷം മാത്രമാണ്. അതിങ്ങനെ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ് ഒരു കലാകാരനെ വേദിയിൽ നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കും എന്റെ കൂടെ ഇന്നിവിടെ എല്ലാവരും പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ആരംഭിക്കുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. അപ്പൊ ഒന്ന് ചെറുതായിട്ട് തുറക്കട്ടെ. നിങ്ങൾ കേട്ടതാണെങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായാലും സന്തോഷമുണ്ട്. ഇസൈജ്ഞാനി ഇളയരാജ സാറിന്റെ ശബ്ദത്തിൽ പാടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഹലോ. പാണ്ടി ചീമയിലെ തേരോടും വീതിയിലെ മാൻ പോല വന്നവനെ യാരടിത്താരോ 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 വളരും പിറയേ தேயாதே இனியும் அழுது தேம்பாதே அழுதா மனசு தாங்காதே அழுதா மனசு தாங்காதே தென்பாண்டி சீமையில தேரோடும் வீதியில மான் போல வந்தவனே யாரடித்தாரோ 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 யாரடித்தாரോ. താങ്ക് യു. അടുത്തതൊരു വലിയ പരീക്ഷണമാണ്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് സാറിന്റെ ശബ്ദവും വാണിയമ്മയുടെ ശബ്ദവും കൂടെ ഒന്ന് ഒരുമിച്ച് പാടാൻ ശ്രമിക്കുകയാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പൂക്കൾ എന്ന ഗാനം. നല്ലതാണെങ്കിൽ ഇനി ചോദിക്കാതെ തരുന്നതാണ് എൻ്റെ സന്തോഷം. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ
തേടുക ഒരു വഴിയേ. പൂക്കൾ പൂക്കൾ നീയും കാണുന്നുണ്ടോ? താങ്ക് യു. മലയാള സിനിമ ഗാനശാഖയ്ക്ക് ഒരു പുതിയ ശബ്ദം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് ജാസി ഗിഫ്റ്റ്. ജാസി ഗിഫ്റ്റിന്റെ ശബ്ദത്തിൽ ഒരു 4 വരി ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കുക. ഹിന്ദിയിലെ ദാസേട്ടനാണ് നമ്മുടെ കുമാർ സാനു. ഒരുപാട് പാട്ടുകൾ നമുക്ക് നല്ല മെലഡി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. കുമാർ സാനുവിന്റെ ശബ്ദത്തിൽ ഒരു 4 വരി അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നല്ലതാണെങ്കിൽ പ്ലീസ്. धीरे धीरे से मेरे जिंदगी में आना, धीरे धीरे से दिल को चुराना, तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना। धीरे धीरे से मेरे जिंदगी में आना, धीरे धीरे से दिल को चुराना, तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना। താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്തത് ജാനകി അമ്മയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ നോക്കുകയാണ്. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനവിരുകല്ലേ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനവിരുകല്ലേ ഏതോ മോനം താങ്ക് യു, താങ്ക് യു. ഇനി എങ്ങനെയാണ്, മുന്നോട്ട് പോകണോ നിർത്തണോ? താങ്ക് യു, താങ്ക് യു. അപ്പോ മാർക്കോസേട്ടൻ നമുക്ക് മാപ്പിളപ്പാട്ടും ക്രിസ്ത്യൻ ഡിവോഷണലും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇസ്രായേലി നാഥൻ. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ പാടിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആ ശബ്ദം ഒന്ന് അനുകരിച്ച് പാടാണ് ഒരിക്കൽ കൂടെ, വിത്ത് അതർ സിംഗേഴ്സ് പെർമിഷൻ. അപ്പോൾ മാർക്കോസേട്ടന്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു,
മറുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം. ഇനി കോഴിക്കോട് എന്ന് വെച്ചാൽ മാപ്പിളപ്പാട്ടാണ് നമ്മുടെ ചങ്കെന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ പാട്ടുകാരനായ AB മുഹമ്മദ് സാഹിബിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നേക്കാൾ കൂടുതൽ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന വോയിസ് ആയിരിക്കും കേൾക്കുക. മമ്പൂറപ്പൂ മക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുപോലി മമ്പൂറപ്പൂ മക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുപോലി ഒരൊറ്റ പാട്ടുകൊണ്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ഷാനു. ലാവുദിക്കുന്ന നേരമായതാ. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ ഒരു ബക്കറ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് രണ്ടിന് പോണ പോലെയൊക്കെ ഒരു ഫീലാണ്. അപ്പൊ ആ ശബ്ദം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഷാനുവിന്റെ ലാവുദിക്കുന്ന നേരമായതാ. AB മുഹമ്മദ് സാഹിബിനെ അനുകരിക്കുമ്പോൾ പീർ മുഹമ്മദ് സാഹിബിനെ അനുകരിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ പീർ മുഹമ്മദ് സാഹിബിന്റെ ശബ്ദം കൂടെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മലർക്കൊടിയെ ഞാനിന്ന് പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ടേ മലർക്കൊടിയെ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ടേ. തമിഴിലെ ഞാൻ ആണയിട്ടാൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ പാലും പഴവും രാജാവിൻ പാർവയൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ടുകാരനുണ്ട്. ആരാണ്? TM സൗന്ദരരാജൻ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൊരു 4 വരി പാടാൻ ശ്രമിക്കുകയാണ്. கடவுளினை தான் மனநாள் கொடுத்தான் வாழ்கை உண்டானதே. அலை
திருமகளே நீ வாழ்கதே அவனே இணைத்தான் இரண்டை வளர்த்தான் இரண்டும் ஒன்றானதே திருமகளே நீ வாழ்கதே ஆயிரம் காலமே வாழவே திருமணம் ஆயிரம் காலமே வாழவே திருமணம் கடவுள் இணைத்தான் மணனால் கொடுத்தான் வாழ்கை உண்டானதே கலைமகளே நீ வாழ்கதே அவனே இணைத்தான் இரண்டை வளர்த்தான் இரண்டும் ஒன்றானதே கலைமகளே நீ வாழ்கதே അണ്ണ അങ്ങനെ പറയില്ല അണ്ണ. അദ്ദേഹത്തിന്റെ വാക്കിന് ഞാൻ മാനിക്കുന്നു. അതുകൊണ്ടൊരു 25 സിംഗേഴ്സിന്റെ സൗണ്ട് എടുത്തിട്ട് പോകുന്നുള്ളൂ. ക്ഷമിക്കുക. ഒരു 2-3 വോയിസോട് ചെയ്യണം. അത് ഓർഡറാക്കി വെച്ചിരിക്കുകയാണ് ഡിയർ. ഇപ്പൊ നമുക്ക് ബാബുക്കെ പോലെ തന്നെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന മറ്റ് ഗായകരാണ് കിഷോർ കുമാറും റാഫി സാബും അല്ലെ. അപ്പൊ കിഷോർ ജായുടെ വോയിസിൽ ഒരു 4 വരി പാടാൻ ശ്രമിക്കാം. കിഷോർ കുമാർ. हंसना है हसीनों लो मैं आ गया हंसना है हसीनों लो मैं आ गया हुस्न का आशिक हुस्न का दुश्मन अपनी अदा है यारों से जुदा हंसना है हसीनों लो मैं आ गया बचना है हसीनों तो मैं आ गया റഫീ സാഹബിന്റെ നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം. റെഡിയാണോ? ഓക്കെ. റഫീ സാഹബിന്റെ ശബ്ദം കൂടെ നേടിക്കാൻ ശ്രമിക്കുകയാണ്. കൈയടിച്ചാൽ നല്ലൊരു ഓളം കിട്ടും. चाहे कोई मुझे जंगल कहे कहने तो जी कहता रहे हम प्यार के तूफानों में गिरे हैं हम प्यार करे चाहे कोई मुझे जंगल कहे कहने तो जी कहता रहे हम प्यार के तूफानों में गिरे हैं हम प्यार करे चाहे कोई मुझे जंगल कहे പണ്ടത്തെ പാട്ടായതുകൊണ്ടാണ് യാഹു. ഇപ്പൊ ജിമെയിലും ക്രോമും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പൊ അടുത്തതായിട്ടും അവസാനമായിട്ടും ഒരു ഗാനം കാതലൻ എന്ന ചിത്രത്തിലെ മനോയും സ്വർണ്ണലതയും ചേർന്ന് ആലപിച്ച മുക്കാല എന്ന ഗാനം ഡാൻസ് ചെയ്യുന്നവർക്ക് പല്ലവിയുണ്ട്. കൂടെ മനു സ്വർണ്ണലത എന്ന പാട്ടുകാരുടെ ശബ്ദത്തിലൊന്ന് അനുകരിക്കുകയാണ്. Come on, everybody! തിരിച്ച് പോകുന്നതിന് മുമ്പ് ഏട്ടാ ഇത്തിരി മാക്സിമം ലെവലിൽ നിന്ന് കെട്ടുവോ മൈക്കിന്റെ? അല്ല, ഒരു ചെറിയ നിങ്ങൾക്ക് ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാ. ഹലോ റിവർ പെട്ടിയിലേട്ടോ. ഹലോ ഹലോ ചെക്ക്. ഹലോ അതായത് മറ്റൊന്നുമല്ല,
കുവൈത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടി ചെയ്തിട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചു. ലോകത്തിലൊരു മിമിക്രി ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് തരാത്തൊരു ഓഫർ ഞാൻ തരികയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൂവാൻ പറ്റുന്നതിന്റെ കൂവല്ല, ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾക്ക് കൂവാൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ കൂവണം. ഞാൻ ഇങ്ങനെ കൈ പൊക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങളുടെ കൂവലാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഞാൻ സാഷ്ടാംഗം ഇറങ്ങി പൊക്കോളാം. അതല്ല, എന്റെ വോയിസ് അതിനേക്കാൾ മുകളിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സന്തോഷത്തോടുകൂടി നല്ല മനസ്സോടുകൂടി തിരിച്ചു പറഞ്ഞേക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ജുറാസിക് പാർക്ക് എന്ന ചിത്രത്തിലെ ആ ക്ലൈമാക്സ് രംഗം ഞാൻ അനുകരിക്കുകയാണ്. അപ്പോ ഞാനിങ്ങനെ കൈ പൊക്കുമ്പോൾ നിങ്ങൾ കൂവണം. റെഡിയാണോ? ഒന്ന് കൂവി നോക്കി ആദ്യം. ഇത്രയും ആൾക്കാരുടെ അടുത്ത് ഇത്രയേ ഉള്ളൂ. വരട്ടെ? മതി. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ കൈ പൊക്കുമ്പോ ഇനി കൂവിയാ മതി. റെഡിയല്ലേ? Trigon Pictures proudly presents Steven Spielberg, directed by Jurassic Park host. Wait and see. നന്ദി, നമസ്കാരം. താങ്ക് യു. അതുപോലെ പറയാൻ നോക്കിയതാണ്, സമ്മതിക്കൂല. എല്ലാരും ഹാപ്പി അല്ലേ? നിസാമ് പറഞ്ഞ പോലെ കൂവാൻ നിൽക്കണ്ട കേട്ടോ. അടുത്തതായി നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം കലാകാരൻ KDNA-യുടെ സ്വന്തം കലാകാരൻ റാഫി കലായി വേദിയിലേക്ക് വരുന്നു. നല്ലൊരു കൈയടി. നമ്മുടെ